നമസ്കാരം. ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമേനിയുടെ താൽക്കാലിക പിൻഗാമിയെ ഇറാൻ പ്രഖ്യാപിച്ചു. ആയത്തുള്ള അലി റസ അറാഫിയെയാണ് ഖമേനിയുടെ പിൻഗാമിയായി നിയമിച്ചിരിക്കുന്നത്. മുതിർന്ന മതപണ്ഡിതനാണ് അലി റസ അറാഫി. അന്തരിച്ച ആയത്തുള്ള അലി ഖമേനിയുടെ അടുത്ത അനുയായി കൂടിയാണ് 67-കാരനായ ആയത്തുള്ള അലി റസ അറാഫി. അലി റസയുടെ നേതൃത്വത്തിലുള്ള 3-അംഗ ഭരണസമിതിയാകും പുതിയ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുവരെ ഭരണം നടത്തുക. ഇറാന്റെ ഭരണഘടനാ സംവിധാനത്തിന് കീഴിൽ ആയത്തുള്ള അലി റസ അറാഫിക്ക് പുറമെ രാജ്യത്തിന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ചീഫ് ജസ്റ്റിസ് ഖോലം ഹൊസൈൻ മൊഹ്സെനെ എജയ് എന്നിവർ ഇടക്കാല കൗൺസിലിൽ ഉൾപ്പെടുന്നു. നിലവിൽ ഇറാനിലെ ശക്തമായ ഗാർഡിയൻ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു അലി റസ അറാഫി. തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെയും പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളെയും പരിശോധിക്കുന്ന സംവിധാനമാണത്. ഇറാനിലെ സെമിനാരി സംവിധാനത്തിന്റെ തലവൻ കൂടിയാണ് അദ്ദേഹം. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെ പുതിയ തലവനെയും ഇറാൻ നിയമിച്ചു. മുൻ ഇറാനിയൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന അഹമ്മദ് വാഹിദിയാണ് പുതിയ IRGC തലവനായി ചുമതലയേൽക്കുന്നത്. മേഖലയിലെ സൈനിക നീക്കങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നിർണായക മാറ്റം. അതേസമയം ഖമേനിയെ കൊന്നവരോട് പ്രതികാരം ചെയ്യുമെന്ന് ആവർത്തിച്ച് ഇറാൻ രംഗത്തുണ്ട്. ഇത് ലോകത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. 1959-ലാണ് ആയത്തുള്ള അലി റസ അറാഫി ജനിച്ചത്. 67-കാരനായ അറാഫി ഇറാനിലെ മതസ്ഥാപനങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള വ്യക്തിയാണ്. രാജ്യത്തെ ഇസ്ലാമിക സെമിനാരി സംവിധാനത്തിന്റെ ഡയറക്ടർ, ഗാർഡിയൻ കൗൺസിലെ അംഗം, 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ അംഗം എന്നിങ്ങനെ 3 നിർണായക പദവികൾ ഒരേ സമയം വഹിച്ചിരുന്ന വ്യക്തിയാണ് ആയത്തുള്ള അറാഫി. അറബി, ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രാവീണ്യമുള്ള അറാഫി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആശയങ്ങൾ ലോകവ്യാപകമായി പ്രചരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പല വേദികളിൽ നേരത്തെ സംസാരിച്ചിരുന്നു. 24 പുസ്തകങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അൽ മുസ്തഫ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയുടെ മേധാവിയായും പ്രവർത്തിച്ചയാളായ അറാഫി ഇറാന്റെ ആശയപരമായ സ്വാധീനം വിദേശ രാജ്യങ്ങളിൽ വ്യാപിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ്. എന്നാൽ അറാഫി മറ്റ് 2 ഇടക്കാല നേതാക്കളും ഒരു താൽക്കാലിക ക്രമീകരണം മാത്രമാണ്. രാജ്യത്തിൻ്റെ ഭരണവും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള യുദ്ധ നടപടികളും നിയന്ത്രിക്കുന്നതോടൊപ്പം അസംബ്ലീസ് ഓഫ് എക്സ്പേർട്സ് രഹസ്യ ചർച്ചകൾ നടത്തി സ്ഥിരം പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇറാന്റെ ഭാവി രാഷ്ട്രീയ ദിശയെ നിർണ്ണയിക്കുന്ന നിർണായക തീരുമാനമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ അസംബ്ലി കൈക്കൊള്ളുന്നത്. ആയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകൻ മുജ്തബ ഖമേനി, മുഹമ്മദ് മൊഹ്ദി മിർബാഖേരി, ആയത്തുള്ള റുഹുള്ള ഖമേനിയുടെ ചെറുമകൻ ഹസൻ ഖമേനി, ഹാഷിം ഹൊസ്ലേനി ബുഷെഹരി എന്നിവരാണ് പരമോന്നത നേതാവ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നത്. മതരാഷ്ട്രമായ ഇറാനിൽ പ്രസിഡന്റിന് മുകളിലാണ് പരമോന്നത നേതാവിൻ്റെ സ്ഥാനം. രാജ്യത്തിൻ്റെ പൊതുനയങ്ങൾ പരമോന്നത നേതാവാണ് തീരുമാനിക്കുന്നത്. ആഭ്യന്തര വിദേശ നയങ്ങളിൽ അന്തിമ വാക്കും അദ്ദേഹത്തിൻ്റെതാണ്. രാജ്യത്തിൻ്റെ രഹസ്യാന്വേഷണ സുരക്ഷാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുക കമാൻഡർ ഇൻ ചീഫായ പരമോന്നത നേതാവാണ്. സായുധ സേനയ്ക്ക് പുറമെ ജുഡീഷ്യൽ സംവിധാനം, രഹസ്യാന്വേഷണം, ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ എന്നിവ പരമോന്നത നേതാവിന് കീഴിലാണ്. 1979-ലെ വിപ്ലവത്തിന് ശേഷം പരമോന്നത നേതാവിൻ്റെ പദവിയിലെത്തിയ 2ാമത്തെയാളാണ് അന്തരിച്ച ആയത്തുള്ള അലി ഖമേനി. ഇസ്ലാമിക വിപ്ലവശേഷം അധികാരമേറ്റെടുത്ത ആയത്തുള്ള റുഹുള്ള ഖമേനിയാണ് ആദ്യത്തെ പരമോന്നത നേതാവ്. നേരത്തെ തന്റെ പിൻഗാമിയാകാൻ ചില നിർദ്ദേശങ്ങൾ ഖമേനി നൽകിയിരുന്നു. 2025 ജൂണിൽ ഇസ്രായേലും US-ഉം ഇറാൻ ആക്രമിച്ച സമയത്തായിരുന്നു അത്. അന്ന് ഒളിവിലിരുന്ന ഖമേനി നിർദ്ദേശിച്ചത് 3 പേരുകളായിരുന്നു. 1 ഇറാനിയൻ ജുഡീഷ്യറിയുടെ തലവൻ ഗുലാം ഹുസൈൻ മൊഹ്സെ എജയ്, 2 ഖമേനിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അലി അസ്ഗർ ഹെജസി, 3 ഹസൻ ഖമേനി. 1979-ലെ വിപ്ലവാനന്തരം ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള റുഹുള്ള ഖമേനിയുടെ പേരക്കുട്ടിയാണ് ഹസൻ. ഇറാനിലെ പരിഷ്കരണവാദികളുടെ കൂട്ടത്തിൽപ്പെട്ട മിതവാദിയായ പുരോഹിതനാണ് അദ്ദേഹം. 6 അംഗ ഉന്നത ഉദ്യോഗസ്ഥരും 2 പുരോഹിതരും ചേർന്ന സംഘം അഭിമുഖം നടത്തി ഇവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ഖമേനിയുടെ നിർദ്ദേശം. ഖമേനിയുടെ മകൻ മുജ്തബ പിൻഗാമിയാകുമെന്ന് കേട്ടിരുന്നെങ്കിലും സ്വന്തം മക്കളെ ആരെയും അദ്ദേഹം നിർദ്ദേശിച്ചില്ല. തൻ്റെ പരമ്പരയിൽ നിന്നൊരാൾ ഇനി വേണ്ട എന്നായിരുന്നു തീരുമാനം. ഖമേനിയുടെ ആശയവും നിർദ്ദേശവുമാണ് ഈ പറഞ്ഞത്. എന്നാൽ അതിന് എത്രത്തോളം നടപ്പാക്കുമെന്നത് വേറെ കാര്യം. ഖമേനി കൊല്ലപ്പെട്ടാൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിലെ ആരെങ്കിലും പിൻഗാമിയാക്കാനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെന്ന് വാർത്തയുണ്ടായിരുന്നു. അതാരെന്ന് വ്യക്തമായിട്ടില്ല. വെനസ്വേലയിൽ നിക്കോളസ് മഡൂറോയെ പുറത്താക്കിയ ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഇറാനിൽ അധികാരത്തിലേറാൻ പറ്റിയ ഒട്ടേറെ നല്ലവരുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. ആക്രമണത്തെ അതിജീവിച്ച ചില അധികാരികൾ ഇറാനിലുണ്ട്. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ കാലിബാഫ് ആണ് ഒരാൾ. അദ്ദേഹത്തിൻ്റെ മുൻഗാമി അലി ലാറിജാനിയാണ് മറ്റൊരാൾ. പിന്നെ സാധ്യതയുള്ള ഒരാൾ മുൻ പ്രസിഡന്റ് ഹസൻ റൂഹാനിയാണ്. മിതവാദിയും പരിഷ്കരണവാദിയുമായ അദ്ദേഹമാണ് 2015-ൽ അമേരിക്കയുമായി ആണവ കരാർ സാധ്യമാക്കിയത്. അധികാരമോഹവുമായി ഒരു ഇറാൻകാരൻ അമേരിക്കയിലുണ്ട്, റസ പഹ്ലവി. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിൽ അധികാരം പോയ ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ മൂത്ത മകൻ. പക്ഷേ രാജപരമ്പരയിൽപ്പെട്ട റസ പഹ്ലവി അധികാരത്തിലേറ്റാൻ ട്രംപിന് താല്പര്യമില്ല. അമേരിക്ക പ്രതീക്ഷിച്ച സന്തോഷമൊന്നും ഇറാൻകാർക്കില്ല. ഖമേനി മരിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച കുറച്ചുപേർ മാത്രമേ തെരുവിലിറങ്ങിയുള്ളൂ എന്നതാണ് വീഡിയോകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് ട്രംപിൻ്റെ ആഹ്വാനമൊന്നും ഇറാൻകാർ അത്രയ്ക്കും മുഖവിലേക്ക് എടുത്തിട്ടില്ല. 9 കോടി ജനങ്ങളുണ്ട് ഇറാനിൽ. ബഹുവംശ രാഷ്ട്ര സമൂഹമാണത്. അറബ്, കുർദ്, അസീറി, ബലൂജ് വംശജരുണ്ട്. ഭരണപരമായ ഒരു വിടവുണ്ടായാൽ സ്വയംഭരണം ആവശ്യപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ കാത്തുനിൽക്കുകയാണ് അവർ.